മങ്കട മണ്ഡലത്തിൽ പോരാട്ടം ചൂടുപിടിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം വിധി നിർണ്ണയിക്കുക അടിയൊഴുക്കുകളാകുമോ എന്നതാണ്. മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിന്റെ മർമ്മമറിയുന്ന ലീഗ് വിമതനായ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് വോട്ട് ചോർത്തുമോ എന്നുള്ളതാണ് UDFന്റെ ആശങ്ക. എക്കാലവും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പ്രായോഗിക തന്ത്രങ്ങൾ പയറ്റി വിജയിച്ചു തെളിഞ്ഞ മഞ്ഞളാംകുഴി അലിക്ക് അനുകൂലമായി എല്ലാ തവണയും പോലെ ഇത്തവണയും ഇടതുപക്ഷത്തിൽ നിന്നും വോട്ടൊഴുകിയാൽ മങ്കട ലീഗിന്റെ പച്ചക്കോട്ടയായി തന്നെ തുടരും. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ടകളിൽ ഒന്നായിരുന്നു മങ്കട. 2006 മഞ്ഞളാംകുഴി അലി ഇടതുപക്ഷ സ്വതന്ത്രനായി ഒരിക്കൽ മാത്രമാണ് ഇത് ഇടതുപക്ഷത്തിൻ്റെതാക്കി മാറ്റിയത്. പിന്നീട് മഞ്ഞളാംകുഴി അലി ലീഗിനൊപ്പം ചേർന്നതോടെ മങ്കടയും ലീഗിനൊപ്പം തന്നെ തുടർന്നു. 2026 ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത് 2006 എങ്ങനെ മങ്കട പിടിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ എങ്ങനെ മങ്കട പിടിച്ചെടുത്തോ അതേ തന്ത്രമാണ്. ഇത്തവണ മുസ്ലിം ലീഗിലെ വിമത ശബ്ദമായ മഞ്ഞളാംകുഴി അലിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചാണ് ഇടതുപക്ഷം മങ്കട പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നത്. മഞ്ഞളാംകുഴിയിലെ ആകട്ടെ തൻ്റെ മണ്ഡലത്തിൽ തനിക്ക് അടിയൊഴുക്ക് ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രചരണത്തിലുള്ളത്. കുന്നത്ത് മുഹമ്മദ് അടിയൊഴുക്ക് എവിടെ നിന്നുണ്ടാകുമെന്ന് പറയാനാകില്ലെന്നും എവിടെ നിന്നുണ്ടായാലും അത് തനിക്ക് അനുകൂലമായിട്ടാകുമെന്നും പ്രതീക്ഷ വയ്ക്കുന്നു. ഇനി വളരെ കുറച്ച് സമയം, ഒരുപാട് തവണ സ്ഥാനാർത്ഥി പര്യടനം നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? അല്ല, എല്ലാം പ്ലാൻ ചെയ്ത് അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും 2-3 പ്രാവശ്യം ഇപ്പോൾ പോയി. ഇനി നാളെയും മറ്റന്നാളും കൂടി ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവും. മിക്കവാറും എല്ലാ ആൾക്കാരും ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട്. ജനങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്, നല്ല സന്തോഷത്തിലാണ്. ഒരു സംശയമില്ല, ഞങ്ങൾ ഗംഭീരമായ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. ഇത്തവണ മറുവശത്തുള്ളത് ഇത്രയും കാലം UDFനൊപ്പം ഉണ്ടായിരുന്ന അങ്ങേക്ക് വേണ്ടി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്. അതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്നുള്ള തരത്തിൽ? അല്ല, അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരാളെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് മുൻ മുസ്ലിം ലീഗരൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകരെല്ലാം ഗംഭീരമായിട്ട് റിയാക്ട് ചെയ്യും. ഒരു സംശയമില്ല, അവർ വളരെ വലിയ രീതിയിൽ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഒരു കണക്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ അത് ഡൗൺ ആക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. LDF സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് ഉത്സവത്തിന്റെ പൂരത്തിന്റെ തിരക്കിനിടയിൽ വോട്ട് ചോദിക്കുന്ന ഓട്ടത്തിലാണ്. ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്താണ് അവസ്ഥ ഇപ്പോൾ? വളരെ ആവേശത്തോടു കൂടി ഇവിടുത്തെ ആളുകൾ കൂടെ നിൽക്കുന്നുണ്ട്. ആ യുവാക്കളാവട്ടെ പ്രായമായവരാവട്ടെ എല്ലാ മങ്കടയിലെ എല്ലാ വോട്ടർമാരും കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ലീഗിന്റെ ക്യാമ്പിൽ നിന്ന് ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ ലീഗിന്റെ എല്ലാ പോയിന്റും അറിയുന്ന ഒരാളാണ് നിങ്ങൾ. സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് ഇത്തവണ അങ്ങേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്കയാണ് പല ലീഗ് നേതാക്കളും പങ്കുവെക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ കാര്യം? അത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം, തെരഞ്ഞാൽ കാണൂല, റിസൾട്ട് വരുമ്പോഴേ കാണുള്ളൂ. എവിടുന്നാ പോകണമെന്ന് അറിയില്ല. അടിയൊഴുക്കുണ്ടാവും. അടിയൊഴുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ അതിനെ മറിക്കാൻ വേണ്ടി പല ഐഡിയകളും പല തന്ത്രങ്ങളും ഉണ്ടാവും. പലരും സംസാരിച്ചു, പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടാണ് ഈ ഇതിലേക്ക് നിന്നിട്ടുള്ളത്. ഒരു ഓഡിയോ പുറത്തുവിട്ടതൊക്കെ വല്ലാതെ ചർച്ചയാവുന്നുണ്ട്. പഴയ കാലങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും. അന്നൊന്നും പിന്നെ ഇടതുപക്ഷം പിന്തുണക്കുന്ന സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ പിന്നെ പലതായിട്ട് ക്ലിപ്പിംഗ് ജോയിൻ ചെയ്തിട്ട് വന്ന സംഭവമാണ്, എഡിറ്റ് ചെയ്ത് വന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്, എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? കണക്കൂട്ടല് അത് പറയാനായിട്ടില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ഈ ഒരു ട്രെൻഡ് അവസാനം വരെ നിലനിൽക്കുകയും ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലുള്ള അതിനെ പറ്റി പറയാൻ പറ്റില്ല. അഹങ്കാരത്തോടു കൂടി ഒന്നും പറയില്ല. ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. അഹങ്കാരം നമ്മളെ ഭാഗത്തുനിന്ന് പാടില്ല എന്നുള്ളതായിരിക്കണം. ജനങ്ങളുടെ പെരുമാറ്റവും പിന്തുണയും കാണുമ്പോൾ വലിയ പ്രതീക്ഷ കാത്തിരിക്കുകയാണ് ആൾക്കാർ. ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് 2006 മഞ്ഞളാംകുഴി അലിയിലൂടെ മങ്കട പിടിച്ചെടുത്ത അതേ ചരിത്രം ആവർത്തിക്കുവാനാണ് കുന്നത്ത് മുഹമ്മദിലൂടെ. മങ്കടയിലെ അടിയൊഴുക്കുകൾ ആർക്കനുകൂലമാകും എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്.
ലീഗിൽ നിന്ന് ഒരൊറ്റ വോട്ട് പോലും തനിക്കെതിരെ പോകില്ല എന്ന് മഞ്ഞലാംകുഴിയിൽ ഉറപ്പിച്ചു പറയുമ്പോൾ കുന്നത്ത് മുഹമ്മദ് പ്രതീക്ഷിക്കുന്നത് അലിക്കെതിരായ മുസ്ലിം ലീഗിനുള്ളിലെ വോട്ടുകളാണ്. എന്താണെങ്കിലും മങ്കടയിലെ മത്സരം ആവേശോജ്വലമാണ്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. CB അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദിന്റെ റിപ്പോർട്ട് കണ്ടു കഴിയുമ്പോഴും മനസ്സിലുയർന്ന ചോദ്യം അടിയൊഴുക്കുണ്ടാകുമോ എന്നതാണ്. തീർച്ചയായും രേണുക, അടിയൊഴുക്ക് എന്നത് തന്നെയാണ് മങ്കട മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വരിക. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഞ്ഞലാംകുഴിയിലേക്കെതിരെ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് വിമതനായി നിൽക്കുന്ന അല്ലെങ്കിൽ വിമതനായ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ LDFൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായ കുന്നത്ത് മുഹമ്മദിന് കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഉയരുന്നത്, ഏറെക്കാലം മങ്കട മണ്ഡലത്തിൽ SFIക്കെതിരെയും DYFIക്കെതിരെയൊക്കെ ശക്തമായ പ്രക്ഷോഭങ്ങളും അതേപോലെ സമരങ്ങളൊക്കെ നടത്തിയ ആളാണ് കുന്നത്ത് മുഹമ്മദ്. ഇതേ കുന്നത്ത് മുഹമ്മദിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇടതുപക്ഷത്തിൽ ഉള്ളവർ തന്നെ പൂർണ്ണമായിട്ടും ഒപ്പം നിൽക്കുമോ എന്നുള്ളത്. ഒരുപക്ഷെ മഞ്ഞലാംകുഴിയിലേക്ക് ഇവരെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് അടിയൊഴുക്ക് തിരിച്ച് ലീഗിലേക്ക് ഉണ്ടാകുമോ, UDFയിലേക്ക് ഉണ്ടാക്കുമോ എന്ന ആശങ്ക. ഇത് രണ്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തന്നെ ഈ ഒരു അടിയൊഴുക്കിൻ്റെ ആശങ്കയുണ്ട്. കാരണം രണ്ടുപേരുടെയും ചരിത്രം, പശ്ചാത്തലം അത്തരത്തിലുള്ളതാണ്. രണ്ടുപേരും മഞ്ഞലാംകുഴിയിൽ മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ നേതാവായിരുന്നു, അവിടുത്തെ MLA ആയിരുന്നു. കുന്നത്ത് മുഹമ്മദ് മുമ്പ് ലീഗിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഈ രണ്ട് പാർട്ടികളിലും രണ്ടുപേർക്കും സ്വാധീനമുണ്ട് എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഞ്ഞലാംകുഴിയിലെ ശക്തി കേന്ദ്രങ്ങൾ കൃത്യമായി കുന്നത്ത് മുഹമ്മദിന് അറിയാം, ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരം ആശങ്കകൾ മഞ്ഞലാംകുഴിയിലേക്കുമുണ്ട്. അതേസമയം ഇടതുപക്ഷത്തിനാകട്ടെ കുന്നത്ത് മുഹമ്മദിനേക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ കിട്ടുമോ എന്നൊരു ആശങ്കയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മങ്കട മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും ഈ അടിയൊഴുക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ഒരു സസ്പെൻസ് നിറഞ്ഞ പ്രചരണം തന്നെയാണ് മങ്കടയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. രേണുക. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.